ഈ ചൂട് ബിരിയാണി വാഴയിലയിലോട്ട് വീഴുമ്പം തന്നെ ഒരു പ്രത്യേക മണമാണ് ഇവിടെ. ഒരു ടെക്സ്ചർ കണ്ടില്ലേ, ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം. ഇതാണ് നമ്മുടെ കൊല്ലത്ത് കിട്ടുന്ന കിടിലം ഒരു കല്യാണ ബിരിയാണി. കണ്ടില്ലേ, ഇത് ബീഫാണ്. നമ്മൾ നേരത്തെ കണ്ടത് ചിക്കനാണ്. ചിക്കനും ബീഫും മട്ടനും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വെറൈറ്റി ടേസ്റ്റാണ്. കണ്ടില്ലേ, ടെൻഡർ ബീഫ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ രുചിവിശേഷങ്ങളൊക്കെ ഒന്നറിയാം. കൊല്ലത്തെ ഒരു കിടിലം സ്പോട്ടാണ്. ഇതാണ് ഒബാമയുടെ കട. പേര് കേട്ടാരും ഞെട്ടണ്ട, നമ്മുടെ കൊല്ലത്തുള്ള ഒരു കടയുടെ പേരാണ് ഒബാമയുടെ കട. കണ്ടില്ലേ, ബിരിയാണി തരംഗം എന്നൊക്കെ എഴുതി ബോർഡൊക്കെ വെച്ച് കല്യാണ ബിരിയാണി, അതിൻ്റെ കിടിലം പടമൊക്കെ വെച്ച് നല്ല ഒരു സ്പോട്ടാണിത്. നമ്മുടെ കൊല്ലത്ത് പോകുന്ന വഴിക്ക് മാടന്നട എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലാണ്. അകത്ത് ചെല്ലുമ്പോൾ ഇത് കണക്ക് ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട്. നല്ല ക്ലാസിക് സ്പേസ് ആണല്ലേ, കാണാനൊക്കെ നല്ല രസമുണ്ട്. സർവീസ് ഒരു രക്ഷയില്ല, എല്ലാവരും നല്ല സർവീസാണ് അവിടെ ഉള്ളവരൊക്കെ. ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട അവിടുത്തെ സർവീസും കാര്യങ്ങളുമാണ്. സർവീസ് മോശമായ എല്ലാം പോയില്ലേ. അപ്പം ഇവിടുത്തെ സർവീസും നല്ലതാണ്, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ചെന്ന ഉടനെ നമുക്ക് കാര്യങ്ങൾ തിരക്കി ബിരിയാണിയും എല്ലാം ഓർഡർ എടുത്തു. പഴയ വാഴയിലയും എല്ലാം നല്ല വൃത്തിയായിട്ട് തുടച്ച് കിടിലമായിട്ട് കൊണ്ടുവന്നിട്ടു. കൂട്ടത്തി മോനും ഒരു കൊച്ചു വാഴയില വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ നിർബന്ധം പിടിച്ചപ്പോൾ അവനും ഒരു ഇല കൊടുത്തു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു ചിക്കൻ ബിരിയാണി ഒരു ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് ഈ സാലഡും ഈ അച്ചാറും ഇതൊക്കെ കൊണ്ടുവന്ന് അത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വിളമ്പുന്ന സമയത്ത് തന്നെ നമ്മുടെ ബിരിയാണി എത്തി. ഇത് ചിക്കൻ ബിരിയാണി, കല്യാണ ബിരിയാണിയാണ്. നമ്മൾ ഈ കല്യാണ വീട്ടിൽ വിളമ്പുന്ന അതേ സ്റ്റൈലിന് അതേ ടെക്സ്ചറിലും കാര്യങ്ങളിലുമാണ് ബിരിയാണി നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഒരു ക്വാളിറ്റിയും മണവും എല്ലാം അതുപോലെ. അവിടെ കൗണ്ടറിൽ അവർ ഭയങ്കര തിരക്കാണ് കേട്ടോ, ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക. നല്ല ചൂട് ബീഫ് ബിരിയാണിയാണിത്. കണ്ടില്ലേ, നല്ല കിണ്ണം കെടുക്കാച്ചി ബിരിയാണി. നമ്മുടെ അടുത്തിരിക്കുന്നവരും എല്ലാവരും ഈ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണിയുടെ കൂടെ തന്നെ നമുക്ക് ഷേക്കുകളും ഇവിടെ കിട്ടും, ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ബീഫും ആ ഒരു റൈസും അതും കൂടിയൊക്കെ ഒരു അരപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് കൂട്ടത്തി നമ്മുടെ ആ സാലഡും കൂടി കഴിച്ചപ്പം പൊളി. അതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഒരുമിച്ച് കഴിക്കണം. ഓരോന്നും കഴിക്കാൻ അതിൻ്റെ ഒരു നാക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം അല്ലേ, അടിപൊളി. ബീഫെന്ന് പറയുന്നത് നല്ല നൈസ്, നമ്മളത് തുടമ്പഴേ പൊടിഞ്ഞു പോകുന്ന ഒരു ബീഫായിരുന്നു. അപ്പം തന്നെ നമുക്കൊരു പൈനാപ്പിൾ ജ്യൂസും വന്നു. പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ആ പൈനാപ്പിൾ ജ്യൂസിൻ്റെ കൂടെ ഒരാൾ ഷാർജയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. കുടിച്ചിട്ട് അവൻ തന്നെ പറയുന്നത് കേട്ടോ സൂപ്പറെന്ന്. ഇപ്പം ഈ ഒരു ബീഫിനെ പറ്റി പറഞ്ഞാൽ നല്ല ടെക്സ്ചറായിരുന്നു. കണ്ടില്ലേ, നമ്മളെ ഈ മട്ടൺ പോലെ ഇരിക്കുന്ന പീസുകൾ നല്ല അടിപൊളി പീസായിരുന്നു. അത് ഇതിൻ്റെ കൂടെ പപ്പടവും പിന്നെ ഇച്ചിരി നമ്മുടെ ആ സാലഡിൻ്റെ ആ ഒരു സവാളയൊക്കെ എടുത്ത് വെച്ച് മുകളിൽ പിന്നെയും ഇച്ചിരി പപ്പടവും കൂടി വെച്ചിട്ട് ആ ഒരു അരപ്പിൻ്റെ കൂടെ കഴിക്കുമ്പം അന്യായ ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളി. നിങ്ങളും പറ്റുമെങ്കിൽ ഇതുവഴി ഇറങ്ങുമ്പം ഇവിടെ മസ്റ്റായിട്ട് കയറി ഇവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്യണം. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കിടില. എന്താ പറഞ്ഞു? ഓഹോ, അപ്പോഴേക്കും നമ്മുടെ ഷാർജ എത്തി. ഷാർജ എടുത്ത് അങ്ങനെ കുടിയും തുടങ്ങി. ഷാർജ ഞാനും കുറച്ച് ടേസ്റ്റ് ചെയ്തു. നല്ല നൈസ് ഷാർജയായിരുന്നു. ഷാർജയ്ക്ക് ഈ പുറമേ നമ്മൾ വലിയ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതൊക്കെ അങ്ങനെ വലിയ റേറ്റൊന്നുമില്ല. ഇവിടെ 40 രൂപയായിരുന്നു ഈ ഷാർജയുടെ വില. പിന്നെ നമ്മുടെ ബിരിയാണിക്കാണെങ്കിൽ 130 രൂപ കല്യാണ ബിരിയാണി. പിന്നെ അല്ലാതെ ഇവിടെ കിലോ ആയിട്ടും ബക്കറ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ബക്കറ്റിൻ്റെ അകത്തൊക്കെ കിട്ടുക, അതൊക്കെ പ്രത്യേകം റേറ്റിലൊക്കെയാണ്. അതിപ്പം എനിക്ക് തോന്നുന്നു 350 രൂപ അങ്ങനെ ആ റേഞ്ചിനൊക്കെ കിട്ടും. നമ്മൾ ആ കിലോ കണക്കിന് ഒക്കെ വാങ്ങിയാൽ ആ ഒരു റേഞ്ച് അനുസരിച്ച് നമുക്ക് കിട്ടും. നല്ല വർത്തുമാണ്, നല്ല ടേസ്റ്റുമാണ്, ക്വാളിറ്റി എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി ബിരിയാണി. അപ്പം ഒബാമ കഫേ, അപ്പം നിങ്ങൾ ഇതുവഴി കൊല്ലത്തൊക്കെ പോകുമ്പോൾ ഇപ്പം കലോത്സവമൊക്കെ നടക്കുന്നൊരു സമയമാണ്. അപ്പം കുട്ടികളെ കൊണ്ട് പ്രോഗ്രാമിനൊക്കെ അവിടെ വരുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വന്ന് ഇടയ്ക്കൊരു ദിവസം ബിരിയാണി ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്വിഗ്ഗിയുടെ ഒരു സർവേയിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ തന്നെ എത്രയോ 1000 ബിരിയാണികളാണ് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുന്നത്. അപ്പം അത്രയ്ക്ക് ഫുഡ് ലവേഴ്സാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിയാൽ തന്നെ ബിരിയാണിയാണ് ഫസ്റ്റ്.
മാത്രമല്ല ഇപ്പം കൊല്ലത്ത് കലോത്സവം നടക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഒരു വീഡിയോയും പിറകെ വരുന്നുണ്ട്. അപ്പം ഒരുപാട് വീഡിയോസ് ഇനി നമ്മുടെ കൊല്ലത്തിനെ പറ്റി തന്നെ, കൊല്ലം കണ്ടാൽ എല്ലാം വേണ്ട എന്നൊക്കെ പറയുന്നില്ല, അപ്പോൾ അതെല്ലാം ഒരു കണക്കിനുള്ളത് തന്നെയാണ്. ഇത്രയും നല്ല കിടിലം ഒരുപാട് സ്പോട്ടുകൾ നമ്മുടെ കൊല്ലത്തുണ്ട്. ഇവിടെ പാഴ്സലൊക്കെ പോകണമുണ്ട്. ഇത് കണക്ക് പാഴ്സലും വാഴയിലയിലാണ് കേട്ടോ പോകുന്നത്. ഇതുപോലെ ഒരുപാട് ഈ ഒരു കണ്ടെയ്നർ കണ്ടില്ലേ, ഫുഡ് കൊണ്ടുപോകാനായിട്ട് അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ കണ്ടെയ്നറിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പാഴ്സല് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് പേര് ക്യൂവിലും. അപ്പം ഈ ലേറ്റായിട്ട് വരുന്നവർക്കൊക്കെ ചിലപ്പം ബിരിയാണി കിട്ടാറില്ല. ജ്യൂസ് ഐറ്റംസ്, ജ്യൂസൊക്കെ അടിക്കുന്ന ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ അകത്താണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഷേക്കും കാര്യങ്ങളൊക്കെ അടിച്ച് അകത്ത് കൊണ്ടുവന്ന് തരുന്നത്. ഇതിൻ്റെ ഒരു ഫ്രണ്ടിലാണിത്. നമുക്ക് ഇപ്പം ബിരിയാണി ഇല്ല, ഷേക്ക് മാത്രം കുടിച്ച് അങ്ങനെ പോകാനാണെങ്കിൽ അങ്ങനെയും പോവാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. കണ്ടില്ലേ, NH ചേർന്നാണ്, ഇടത് സൈഡിൽ കൊല്ലത്തുനിന്ന് പാരിപ്പള്ളി പോകുന്ന വഴിക്ക്. അപ്പോൾ ഇനി കൊല്ലത്ത് വരുമ്പോൾ നിങ്ങൾ കടയുടെ പേര് മറക്കണ്ട, ഒബാമയുടെ കട. ഇവിടെ ഒരു ഉച്ച സമയമാണെങ്കിൽ ഇവിടെ കയറുക, നേരെ കല്യാണ ബിരിയാണി കഴിക്കുക. നമ്മൾ എല്ലാ ടേസ്റ്റും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ കൊല്ലത്ത് ഇവിടെ വന്ന് കഴിച്ചിട്ടില്ലാത്തവർ ഇവിടെ വന്ന് കയറി ഒരു കല്യാണ ബിരിയാണിയും കഴിച്ചിട്ട് പോവാം. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ സൈനിങ് ഓഫ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.